എടാ പരമ നാറി ചെറ്റേ എന്താടാ ഷിർക്ക് എന്ന് പറയാൻ മനസ്സിലാക്കിയത്? ഇപ്പൊ ഷിർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഹിന്ദുവിൽ നിന്ന് മുസ്ലിം അയക്കുകയാണ്. ആ പൊലയൻ തന്നെ ആയാ പോരേനോ? ആ തേവിടിച്ച് തള്ളന്റെ മോനല്ലേ ഈ ഇപ്പൊ ഈ ഷിർക്ക് പഠിപ്പിക്കാൻ വന്നിക്ക പാക്ക ചെറ്റ. സഫ്വാൻ സക്കാഫിസ്ഥാനെ കുറിച്ചിട്ട് എൻ്റെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അതായത് മുമ്പ് ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ചില വിവാദങ്ങളിലൊക്കെ അകപ്പെട്ട് നമ്മൾ ചില വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. നമ്മൾ ഒരിക്കലും ഉസ്താദിനെ ഒരു വിവാദത്തിൽ ഉസ്താദിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഉസ്താദിനെ കണ്ടപ്പോൾ എന്തൊരു വിനയാണെന്നറിയോ? ഒരു യഥാർത്ഥ പണ്ഡിതൻക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം ആ ഒരു ആത്മീയ ഒരു സദസ്സിൽ തല താഴ്ത്തി. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. അറിവിൻ നിലാവിൻ്റെ സഫ്വാൻ സക്കാഫി ഉസ്താദിനെ പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും അദ്ദേഹത്തിൻ്റെ വീഡിയോ ലൈവൊക്കെ കാണുന്ന ആളുകളും പ്രാർത്ഥന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആത്മീയ മജ്‌ലിസിൽ വെച്ചിട്ട് ഈ സഫ്വാൻ സക്കാഫി ഉസ്താദിനെ കണ്ടു. മാഷാ അല്ലാഹ്, സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. സഫ്വാൻ സക്കാഫിസ്ഥാനെ കുറിച്ചിട്ട് എൻ്റെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അതായത് മുമ്പ് ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ചില വിവാദങ്ങളിലൊക്കെ അകപ്പെട്ട് നമ്മൾ ചില വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. നമ്മൾ ഒരിക്കലും ഉസ്താദിനെ ഒരു വിവാദത്തിൽ ഉസ്താദിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഉസ്താദിനെ കണ്ടപ്പോൾ എന്തൊരു വിനയാണെന്നറിയോ? ഒരു യഥാർത്ഥ പണ്ഡിതൻക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണം ആ ഒരു ആത്മീയ ഒരു സദസ്സിൽ തല താഴ്ത്തിയിട്ട് വിനയാന്വിതനായിട്ട് എന്ത് ചോദിക്കുമ്പോഴും ശബ്ദം പോലും പൊങ്ങാത്ത രീതിയിൽ വളരെ വിനയത്തോടു കൂടി മറുപടി പറയുന്ന ഒരു ഉസ്താദിനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലെ സങ്കല്പങ്ങളെ അല്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എത്ര പേര് സഫ്വാൻ സക്കാഫി ഉസ്താദിൻ്റെ അറിവിൻ നിലാവ് പരിപാടി കാണുന്ന ആളുകളുണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടുകൾ പണ്ടുണ്ടായിരുന്ന ഒരു സഫ്വാൻ സക്കാഫി ഉസ്താദേ അല്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു, എന്നെ അറിയോ, ഞാൻ ഇന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ അറിയാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു, ഉസ്താദ് ഞങ്ങളെക്കുറിച്ച് കുറേ വീഡിയോകളൊക്കെ ചെയ്തിരുന്നു, ഉസ്താദക്ക് പൊരുത്തപ്പെട്ടായിരുന്നു. ഞാൻ ഉസ്താദിനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് പോലും നിങ്ങൾ എന്തിനാണ് ഈ അറിവിന്നില്ല അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന എന്നെ വിമർശിക്കുന്ന കമൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഉസ്താദിൻ്റെ ചില നടപടികളോട് നമുക്ക് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഉസ്താദിന് അതൊന്നും ഒരു വിഷയമല്ല. ഞങ്ങൾ ഹഗ് ചെയ്ത് പരസ്പരം വാരിപ്പുണർന്ന് പൊരുത്തപ്പെടിച്ചു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സങ്കല്പത്തിലുള്ളൊരു ഉസ്താദേ അല്ലായിരുന്നു നേരിൽ കണ്ടപ്പെട്ട. നമ്മൾ ചില ആളുകളെ നമ്മൾ കാര്യറിയാതെ കുറ്റപ്പെടുത്തുമ്പോൾ ആലോചിക്കുക, ആ മനുഷ്യനോട് നമ്മൾ സഹവസിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിനയം എന്താണെങ്കിലും അറിവെന്താ, തനിക്കറിവില്ല എന്നൊരു അറിവ് ഒരു മനുഷ്യർക്ക് ഉണ്ടായാൽ അള്ളാഹു അവനെ ഉയർത്തും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു ധാരണ, ഇക്കുലേശം അറിവുണ്ട്, എൻ്റെ അറിവ് ഞാൻ പ്രകടാക്കുകയാണ് എന്നൊരു ധാരണയാണ്. അങ്ങനെ എത്രയോ പേരെ നമുക്ക് കാണാം. അവിടെയാണ് അറിവിൻ നിലാവിൻ്റെ സഫ്വാൻ സക്കാഫിസ്ഥാൻ്റെ ഒരു മാതൃക. അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ ആ ഒരു രീതിയൊക്കെ മാറിയിട്ട് ഇന്ന് വളരെ വിനയാന്വിതനായിട്ട് ഏറ്റവും നല്ല മാതൃകാപരമായൊരു പണ്ഡിതനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ശിക്ഷണം എന്ന് പറഞ്ഞാൽ ആത്മീയമായ ശിക്ഷണം കേട്ടോ. ആ ഒരു വേദിയിൽ വെച്ച് ഉസ്താദിനെ കാണാൻ കഴിഞ്ഞപ്പോഴും ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറഞ്ഞപ്പോഴും കണ്ടിട്ട് പൊരുത്തപ്പെടിക്കാൻ കഴിഞ്ഞതും എൻ്റെ ലൈഫിലൊരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. പലരുടെയും ധാരണ എന്താണെന്ന് വെച്ചാൽ ഞാനാണ് വലിയൊരാൾ എന്നൊരു ധാരണയാണ് പലർക്കും ഉള്ളത്. എന്നെ കഴിച്ചിട്ടാണ് മറ്റൊരാളുള്ളൂ, ഞാൻ വലിയൊരു സംഭവമാണ് എന്ന ഒരു ധാരണയിൽ ജീവിക്കുന്നവരാണ് സംഭവം. ഞാനൊരു വീഡിയോ കണ്ടു, എനിക്കത് വലിയൊരു വിഷമം തോന്നി. ആ ഒരു വീഡിയോയിൽ ഇതേപോലെ നമ്മുടെ നാട്ടിലെ വളരെ വലിയൊരു മതസംഘടന നടത്തുന്ന ഒരു മതസ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു ഉസ്താദ് തൻ്റെ എതിരാളിയോട് സംസാരിക്കുന്ന ഒരു രീതി, അതും ഒരു മുസ്ലിമായ ഒരു മതവിശ്വാസിയാണ്. ഹിന്ദു മതത്തിൽ നിന്ന് വളാഞ്ചേരിക്കാരനായ ഒരു ആശേരിയുടെ മകൻ മുസ്ലിമാകുന്നു. അച്ഛൻ മരിച്ചുപോയി, രാമൻകുട്ടി മരിച്ചുപോയി, അമ്മയോടൊപ്പമാണ് ജീവിക്കുന്നത്. ആ അമ്മയെ ഹിന്ദുമതത്തിലെ അമ്മയായിട്ട് തന്നെ സ്നേഹിച്ചു കഴിയാണ്. ആ ഒരു മനുഷ്യനോട് ആശയപരമായിട്ട് ഉസ്താദിന് വിയോജിപ്പുണ്ടാവും. പക്ഷെ ഉസ്താദിന്റെ ശൈലി നോക്ക്. എടാ പരമ നാറി ചെറ്റേ എന്താ ഷിർക്ക് എന്ന് പറയാൻ മനസ്സിലാക്കിയത്? ഇപ്പൊ ഷിർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഹിന്ദുവിൽ നിന്ന് മുസ്ലിം അയക്കുകയാണ്. ആ പൊലയൻ തന്നെ ആയാ പോരേനോ? ആ തേവിടിച്ച് തള്ളന്റെ മോനല്ലേ ഈ ഇപ്പൊ ഈ ഷിർക്ക് പഠിപ്പിക്കാൻ വന്നിക്ക പാക്ക ചെറ്റ. പേര് അബ്ദുറഹ്മാനും. മക്ബറയിൽ പോയി കള്ള വീഡിയോ എടുത്തിട്ട് ലോകത്തുള്ള മുസ്ലിങ്ങളെ മൊത്തം കാഫറാക്കുക. അച്ഛനേതോ കുടിയനുണ്ടായ മോനല്ലേ ഈ, പിന്നെ എങ്ങനെ നന്നാവുക? ആ കള്ളുകുടിയനായ അവൻ്റെ മോനല്ലേ. പിന്നെ എനിക്ക് ജീവിക്കാൻ മാർഗത്തിന് വേണ്ടിയിട്ട് മുസ്ലിമിന്റെ പേരും വഹിച്ച് മുജാഹിദീങ്ങൾ കുറെ ഖുർആനും പഠിപ്പിച്ച് എനിക്ക് ഹിദായത്തില്ല, ഇപ്പോഴും കാഫർ തന്നെയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ഒരു ഇതിലുള്ള വിഷയത്തിലുള്ള ഈ അബ്ദുറഹ്മാൻ എന്ന് പേരുള്ള വളാഞ്ചേരിക്കാരനായ അബ്ദുറഹ്മാൻ എന്ന രാമൻകുട്ടിയുടെ മകൻ മുസ്ലിമാകുന്നു. ആ മുസ്ലിമായ ഒരാളുടെ വിശ്വാസധാര എന്ന് പറയുന്നത് സുന്നി വിശ്വാസധാരയല്ല. അദ്ദേഹത്തോട് വിയോജിക്കുകയും വിമർശിക്കുകയൊക്കെ വേണം. പക്ഷെ ആ വിമർശിക്കുമ്പോഴേക്കുന്ന ഭാഷ ഒന്ന് ആലോചിച്ച് നോക്ക്.
ഇതാണോ ഒരു യഥാർത്ഥ സത്യവിശ്വാസി? അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹിൻ്റെ മാതൃക പിൻപറ്റേണ്ടുന്ന ഒരാൾ ചെയ്യേണ്ടുന്ന രീതി ഇതാണോ? ഇന്ന് ഇങ്ങനത്തതിനാണ് മാർക്കറ്റ് ഉള്ളത്. ഇന്നിങ്ങനെ ഓൻ്റെ മൂപ്പരുടെ വാപ്പ പണ്ട് കള്ളുകുടിയനായിരുന്നോ പുലയനാണോ ഇതൊക്കെ പറഞ്ഞ് ജാതി അധിക്ഷേപം നടത്തുക, ഇതൊക്കെ ശരിക്കും വലിയ കേസായിട്ട് മാറേണ്ട വിഷയങ്ങളാണ്. അത്തരം ശൈലികൾക്ക് സ്വീകാര്യത കിട്ടുന്ന കാലത്ത് നമ്മൾ ശരിക്കും ചിന്തിക്കുക, യഥാർത്ഥ മതപണ്ഡിതൻ എന്ന് പറയുമ്പോൾ ആരാണ്? ഇക്കറിവുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവനല്ല. ഏറ്റവും വലിയൊരു അറിവ് എനിക്കറിവില്ല എന്നൊരറിവ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ്. എനിക്ക് സഫ്വാൻ സഖാഫിസ്ഥാനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പഴയ രീതിക്കപ്പുറം എത്ര വിനയാന്വിതനായിട്ട് ഒരു മനുഷ്യനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും സഫ്വാൻ സഖാഫിസ്ഥാദിൻ്റെ ആ ഒരു അറിവിൻ നിലാവ് പരിപാടിയൊക്കെ ലൈവ് പരിപാടിയൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് സന്തോഷം. ഒരുപാട് തട്ടിപ്പ് മജ്‌ലിസ് വേറെ നടത്തലുണ്ട്, ആൾക്കാരെ സ്വർണം പറ്റിക്കുന്ന മജ്‌ലിസുകൾ. അതിൽ നിന്നൊക്കെ എത്രയോ കണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പരിപാടികൾ നടത്തുന്നതാണ്. കോവിഡ് കാലത്താണ് ഈ അറിവിൻ നിലാവ് ഉസ്താദിൻ്റെ പരിപാടിയൊക്കെ വളരെ ജനകീയമായിട്ട് മാറുന്നത്. അറിവിൻ നിലാവ് ഉസ്താദിൻ്റെ മാറ്റം മാഷാ അല്ലാഹ് വലിയ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ഇനിയും ആത്മീയ മജ്‌ലിസുകൾ നടത്താനും ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. എനിക്ക് വളരെ പേഴ്സണലി വലിയ സന്തോഷം നൽകിയൊരു കാഴ്ചയാണ് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത്, സംസാരിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നമ്മുടെ വീഡിയോ അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വലിയൊരു ഉസ്താദ് പറയുക വിസാൽ മീഡിയ കാണുന്നുണ്ട്, നല്ല പേഴ്സണലി എൻ്റെ ഉള്ളിലൊരു അസൂയ സന്തോഷമൊക്കെ ഉണ്ടാവും. നമ്മളെ വീഡിയോ കണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്തരം മതപണ്ഡിതരുള്ള കാലത്ത് യഥാർത്ഥ മതപണ്ഡിതന്മാരെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ വേറൊരു സന്തോഷം പങ്കുവെക്കാനുണ്ട്. എന്താ സന്തോഷം വെച്ചാൽ ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. മാഷാ അല്ലാഹ് പലസ്തീനിൽ ഒരു ശാശ്വതമായ സമാധാനത്തിന് സന്ദേശം വരികയാണ്. ഹമാസിന് ഒരു 20 ദിന നിർദ്ദേശങ്ങൾ ട്രംപ് കൊടുത്തിരുന്നത്. ഇപ്പം ഇന്നിതാ പുതിയ കേൾക്കുന്നൊരു വാർത്ത, ഭരണമൊഴിയാമെന്ന് ഹമാസ് സമ്മതിച്ചു. അതേപോലെ ബന്ദികളായ 41 പേരെ വിട്ടയക്കാൻ തീരുമാനിച്ചു. അതോടുകൂടി ഇസ്രായേൽ യുദ്ധം തൽക്കാലം ഒന്ന് സ്ട്രോങ് കുറച്ചിക്കാൻ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, യുദ്ധം അവസാനിപ്പിക്കണം. ഈ ഒരു നാളെ ഞായറിനകം തീരുമാനം ഹമാസ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ഹമാസിനെ മുച്ചൂടം മുടിക്കുമെന്നൊക്കെ ട്രംപ് മുന്നോട്ട് വെച്ചിരുന്ന ഭീഷണിയും നിർദ്ദേശങ്ങളൊക്കെ ഹമാസ് ആലോചിച്ച് നോക്കുമ്പോൾ ഹമാസിനോട് പറഞ്ഞത് ഭരണം ഒഴിയണം, നിങ്ങൾ ആയുധം താഴെ വെക്കണം, നിങ്ങൾ ബന്ദികളെ വിട്ടയക്കണം, ഇതൊക്കെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. അതിൽ ആയുധം താഴെ വെക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ച ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ ആയുധങ്ങൾ താഴെ വെച്ചിട്ട് നിങ്ങൾക്ക് പൊതുമാപ്പ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടെ സമാധാനം പുലരട്ടെ. ഇതിൻ്റെ പിന്നിൽ ചതിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഹമാസ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഗാസ മുഴുവനും അറബികളെ മുൻനിർത്തിയിട്ട് അമേരിക്കയോ ഇസ്രായേലോ ആണ് ഭരിക്കുക. സാധ്യത ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവരുടെ ഒരു ചതിയുടെ രൂപം വെച്ചിട്ട് ഈ ജെറൂസലേമിലെ ഓൾഡ് ജെറൂസലേം, പുതിയ ജെറൂസലേം, ഇങ്ങനെ തെക്കൻ ജെറൂസലേം, വടക്കൻ ജെറൂസലേം, ഇങ്ങനെയൊക്കെ രണ്ടാക്കി ഭാഗിച്ച് നടത്തിയ ചതികളുണ്ട്. ആ ചതിയെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. വിശ്വസിക്കാൻ കൊള്ളൂല ഈ വർഗത്തിന്. പക്ഷെ ഇപ്പോൾ അവിടെ തൽക്കാലം അവിടുത്തെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടാതിരിക്കാൻ, അവിടുത്തെ ജനങ്ങൾ കൊല്ലപ്പെടാതിരിക്കാൻ ഒരു ശാശ്വതമായ സമാധാനമാണ് വേണ്ടത്. ആ സമാധാനം ഇൻഷാ അല്ലാഹ് ഇന്ന് കേൾക്കുന്നൊരു വാർത്തകൾ യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഹമാസ് എല്ലാം അംഗീകരിച്ചിട്ടുണ്ട്, എല്ലാം ഹൈറായ രൂപത്തിൽ. ഇനിയിപ്പോൾ അവിടെ ഹമാസ് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അവർ തോറ്റു എന്നല്ല അതിനർത്ഥം. ഹുദൈബിയ സന്ധിയിൽ കരാർ വന്നപ്പോൾ പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്ക് വിരുദ്ധാണെന്ന് തോന്നിയെങ്കിലും ഹബീബ നബി അത് അംഗീകരിച്ചല്ലോ. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതായിരുന്നു വിജയം എന്നുള്ളത് ലോകത്തിന് മനസ്സിലായില്ലേ. ഒരു പക്ഷെ അങ്ങനെ ഒരു വിജയം എന്നുള്ളത് ഒളിച്ചിരിക്കുന്നുണ്ടാവാം. ഒരു പക്ഷെ നമ്മളൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമായിട്ടാവാം അങ്ങനെ ഒരു തോന്നലും കരാറുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഹൈറായ രൂപത്തിൽ സംഭവിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊരു വലിയ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പങ്കുവച്ചത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് ചോദിച്ചു വെച്ചിരുന്നു, അതിന് ഉത്തരം യൂസുഫ് നബി അലൈഹിസ്സലാം എന്നാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ജീലാനി ദിനം എന്നുള്ളത് ഏത് മഹാന്റെ പേരിലാണ് ജീലാനി ദിനം ആഘോഷിക്കുക? ഏത് സൂഫി വര്യൻ്റെ പേരിലാണ് ജീലാനി ദിനം ആഘോഷിക്കുന്നതാണ് ചോദ്യം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാഹ് മൊഹീദ്ദീൻ മാല എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു മാപ്പിള കാവ്യം, ആ മാപ്പിള കാവ്യം നിങ്ങൾ നന്നായിട്ട് പാടിയിട്ട് ഈ ഒരു നമ്പറിലേക്ക്, എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മളത് കൊടുക്കും. ഏറ്റവും നന്നായിട്ട് സ്വന്തമായിട്ട് പാടണം കേട്ടോ. വേറെ ഏതെങ്കിലും പാട്ട് വെച്ചിട്ട് ചുണ്ടനിക്കാൻ പോരാ. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ മൊഹീദ്ദീൻ മാലയുടെ ഒരു 4 വരിയെങ്കിലും, 4ൽ കുറയാത്ത വരികൾ പാടിയിട്ട് നിങ്ങളുടെ സ്വന്തമായി പാടി ഏറ്റവും നല്ല തനത് ശൈലിയിൽ മനോഹരമായിട്ട് ആലപിക്കുന്ന ഇൻഷാ അല്ലാഹ് വിസാൽ മീഡിയ സമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമ്മാനം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും നന്നായിട്ട് മൊഹീദ്ദീൻ മാല ആലപിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഈ നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക.
അയച്ചിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, ജില്ല അതൊക്കെ നിങ്ങൾ അയക്കണം. ഏത് പ്രായക്കാരൊന്നും പ്രശ്നമില്ല, ചെറിയ ആൾ, വലിയ ആൾ, ആണ് പെണ്ണ് വ്യത്യാസങ്ങളില്ല. നിങ്ങൾ മുഹീദ്ദീൻ മാല എന്ന ഒരു ഭക്തകാവ്യമാണ്, അതൊരു മാപ്പിളകാവ്യമാണ്, വളരെ ആദരവോടുകൂടി കാണേണ്ട ഒരു നല്ല ഒരു കാവ്യമാണത്. അത് നിങ്ങൾ ആലപിച്ചിട്ട് അയച്ചാൽ ഇൻഷാ അല്ലാഹ് ഏറ്റവും നന്നായിട്ട് ആലപിച്ചതിന് ഒന്നിന് നമ്മൾ സമ്മാനം കൊടുക്കും. അപ്പോൾ ഇത് ഏതുവരെയെന്ന് വെച്ചാൽ പ്രത്യേകം പറയും. ആ ദിവസം വരെ നിങ്ങൾ അയക്കേണ്ടത്. ഇന്ന് നിങ്ങൾ അയച്ചു തുടങ്ങാം. ഒരാൾക്ക് ഒരു തവണ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ, ഒരു നമ്പറിൽ നിന്ന് ഒരു തവണ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് അയക്കുക. ഇൻഷാ അല്ലാഹ് നല്ല ഒന്നിന് നമുക്ക് സമ്മാനം നൽകുന്നതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഇന്നത്തെ ചോദ്യം പറഞ്ഞല്ലോ, ഈ ജിലാനി ദിനം എന്നുള്ളത് ഏത് മഹാൻ്റെ പേരിലാണ് ആഘോഷിക്കുന്നതിനുള്ള ഉത്തരങ്ങൾ എഴുതേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.